എമ്പുരാൻ സിനിമയെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും അവ്യക്തതയും ഇല്ല. കഴിഞ്ഞ 2 ദിവസമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എമ്പുരാൻ പ്രശ്നം ബി.ജെ.പിയിൽ എന്തോ കാര്യമായിട്ടുള്ള ആശയക്കുഴപ്പമുണ്ടെന്ന്. ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നാട്ടിലെ സിനിമകളെല്ലാം കണ്ട് അതിനെ വിലയിരുത്തുന്ന സമീപനം ഇല്ല നമ്മളെ കേരളത്തിൽ. ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ചെയ്യാറില്ല. ഭാരതീയ ജനതാ പാർട്ടിയും ഈ സിനിമയെ അങ്ങനെ വിലയിരുത്താൻ പാർട്ടി തയ്യാറായിട്ടില്ല. അത് സംബന്ധിച്ചുള്ള അഭിപ്രായം പാർട്ടിയുടെ 2 ജനറൽ സെക്രട്ടറിമാർ ശ്രീ M.T. രമേശും അതുപോലെ ശ്രീ P. സുധീറും അതുപോലെ ഇന്നലെ ദില്ലിയിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സിനിമയെ വിലയിരുത്തുന്നത് പ്രേക്ഷകരാണ്. സിനിമയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ആ നെറേറ്റീവിനെ സംബന്ധിച്ച് സിനിമയെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന നെറേറ്റീവിനെ സംബന്ധിച്ച് വ്യാപകമായ തോതിൽ പ്രേക്ഷകർ അവരുടെ എതിരഭിപ്രായം പറയുന്നു. ഇതിന് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള സംഘടനയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അല്ല, ആ സിനിമയെ സംബന്ധിച്ച് ധാരാളം പ്രേക്ഷകർ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷതയാണ്. ഒരു ആഖ്യാനം ഒരു ചലച്ചിത്രത്തിന് മുന്നോട്ട് വെക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ആ നറേറ്റീവിനെതിരായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രേക്ഷകർക്കുണ്ട്. കാരണം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ സിനിമയുടെ ആഖ്യാനത്തിനെതിരായിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നു. അല്ല, ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായിട്ട് നമ്മുടെ നിലപാട് വ്യക്തമാക്കി. അല്ല, ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ബി.ജെ.പിയിൽ ഒറ്റ ശബ്ദമേ ഉള്ളൂ. പാർട്ടിയിലെ എല്ലാ നേതാക്കളും ഒരുപോലെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അവ്യക്തതയും ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല. ഇത് വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡാണ്. ഞങ്ങൾ CPM-നെ പോലെയോ കോൺഗ്രസിനെ പോലെയോ അല്ല. ഇവിടെ കാശ്മീർ ഫയൽസ് വന്നപ്പോൾ പിണറായി വിജയൻ തന്നെ ഭയങ്കരമായിട്ടുള്ള ബഹളത്തിനിറങ്ങി. പക്ഷെ ഞങ്ങൾ ഒരു കാലത്തും ഒരു സിനിമയുടെ പേരിലും ഈ രീതിയിലുള്ള ബഹളത്തിന് പോയിട്ടില്ല. ഇപ്പോഴത്തെ നിലപാടല്ല. നിങ്ങൾ ചിലപ്പോൾ ഇത് പുതിയ നിലപാടാണെന്ന് വിചാരിക്കരുത്. ഒരു 10-20 കൊല്ലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമയുടെ കാര്യത്തിലും പാർട്ടി ഒഫീഷ്യലായിട്ടുള്ള ഒരു നിലപാടും ഒരു ചലച്ചിത്ര ആവിഷ്കാരത്തെ സംബന്ധിച്ച് എടുത്തിട്ടില്ല, ഇപ്പോഴും എടുക്കുന്നില്ല. പ്രേക്ഷകരെടുക്കുന്നു. അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രേക്ഷകർ അതിന്റെ ആഖ്യാനത്തിന്റെ ആ നെറേറ്റീവിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നു. ഇല്ല, ഞാൻ കണ്ടില്ല. കാണാൻ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉടനെ കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. അല്ലല്ല, അതിപ്പോൾ കാണേണ്ട ആവശ്യമില്ല. കണ്ടവർ പറഞ്ഞാലും മതിയല്ലോ. ഞാൻ തന്നെ പോയി കാണണമെന്നില്ലല്ലോ. ഇല്ല. കോർ കമ്മിറ്റി വളരെ രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തത്. അത് സംബന്ധിച്ച് എന്താണ് ചർച്ച ചെയ്തതെന്നുള്ളത് അതിനുശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി സുധീർ വിശദമായിട്ട് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്.